കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഞായറാഴ്ച വൈകിട്ട് 5 മണിവരെയാണ് പോലീസ് കസ്റ്റഡി. ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. വിവരങ്ങളുമായി ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. കാരണം ആ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ടതിന് ശേഷം ആ വണ്ടി നിർത്താതെ അവരുടെ ശരീരത്തിലൂടെ അത് കയറ്റി ഇറക്കുന്ന കാഴ്ച ഭയാനകമായി, അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ നമ്മൾ ജനം TV നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ പ്രതികളെ കസ്റ്റഡിയിലേക്ക് മാറ്റുന്നു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്കാണ് ഇപ്പോൾ കോടതി അനുമതി നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടി തിരിച്ച് കോടതി ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേസിൽ പ്രോസിക്യൂഷൻ നിരവധി കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഇവർ MDMA ഉപയോഗിച്ചതായി പോലീസ് കണ്ടെത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ. അതുമാത്രമല്ല, ഈ സംഭവത്തിന് മുൻപ് ഈ ഡോക്ടർ ശ്രീകുട്ടിയും അതുപോലെ തന്നെ അജ്മലും ഒരുമിച്ച് താമസിച്ചിരുന്നു. മാത്രമല്ല, ഇതിൽ പ്രേരണാകുറ്റം ഡോക്ടറുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ, അതായത് ഇവർ മദ്യപിച്ചിരുന്നു എന്നതൊക്കെ പിടികൂടുന്ന സമയത്ത് ഇവർ ഇരുവരും മദ്യപിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി വെച്ചിരിക്കുകയും അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വാഹനം മുന്നോട്ടെടുക്കുവാൻ ആവശ്യപ്പെട്ടത് ഡോക്ടർ ശ്രീകുട്ടിയാണ്. ഇത്തരം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ ഉപയോഗിച്ച സമയം ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നു. ആ സ്ഥലത്തേക്ക് പോകേണ്ടത് ആവശ്യമുണ്ട്. അതുപോലെ ഇവർ ഒരുമിച്ച് താമസിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി പോയി തെളിവെടുപ്പ് നടത്തേണ്ട ആവശ്യകത ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് 3 ദിവസം കസ്റ്റഡിയിൽ 3 ദിവസത്തേക്ക് വിട്ടു നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ 2 ദിവസത്തേക്കാണ് കോടതി വിട്ടു നൽകിയത്. അതായത് ഈ 2 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം തിരിച്ച് തിങ്കളാഴ്ചയോടുകൂടി 5 മണിയോടുകൂടി ഹാജരാക്കാനും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. എന്തായാലും ഇതിനെതിരെ ഈ പ്രതിഭാഗവും ശക്തമായ വാദങ്ങൾ നിരത്തിയിരുന്നു. അതായത് ഈ ഡോക്ടർക്കെതിരെ ചുമത്തിരിക്കുന്ന കേസുകൾ അന്യായമാണെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഡോക്ടറുടെ ഭാഗത്തും അതുപോലെ തന്നെ അജ്മലിന്റെ ഭാഗത്തും പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ജാമ്യം നൽകരുത്, അല്ലെങ്കിൽ ഈ കസ്റ്റഡിയിൽ നൽകരുത്, ജാമ്യം അനുവദിക്കണമെന്ന് ഇവർ പറഞ്ഞെങ്കിൽ പോലും കോടതി 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു നൽകിയായിരുന്നു. ഇനി കൂടുതൽ തെളിവെടുപ്പും അതായത് കൂടുതൽ വിവരങ്ങൾ ഈ MDMA ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലഹരി ഉപയോഗം നടന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവർ സഞ്ചരിച്ച സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഇടയ്ക്ക് വിശ്രമിച്ചു എന്ന് പറയുന്നു, ആ സ്ഥലങ്ങൾ അടക്കം പോവുകയും ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം പോയി കൂടുതൽ തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ദേവിക. പ്രശാന്ത്, ഇരുവർക്കും മറ്റെന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായി പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ? ദേവിക, നേരത്തെ ഈ അജ്മലിനെതിരെ ചന്ദനമോഷണം അടക്കമുള്ള ചില വിഷയങ്ങൾ, അതുപോലെ തന്നെ ലഹരി കേസുകളിലൊക്കെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞിരുന്നു. നിലവിൽ ഈ വിഷയങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് കേസിലെ ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചെന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൂടുതൽ ശേഖരിക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ഈ പ്രതികളെ, ഒരാൾ ഡോക്ടറാണ്, അതുപോലെ തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ അതിൽ കൂടുതൽ വ്യക്തത പോലീസിന് വരേണ്ടിയിരിക്കുന്നു. അതായത് ഈ സംഭവം നടന്ന ദിവസം ചോദ്യം ചെയ്യാനടക്കം സമയം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇവരുടെ ലഹരി ഉപയോഗം അടക്കമുള്ള വിഷയങ്ങൾ, സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇതിലടക്കമുള്ള കാര്യത്തിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം. അതുപോലെ തന്നെ ഈ സംഭവ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി ചോദ്യം ചെയ്തതിനു ശേഷം ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 3 ദിവസത്തേക്കുള്ള കസ്റ്റഡി കാലാവധിയാണ് ആവശ്യപ്പെട്ടതെങ്കിൽ കോടതി 2 ദിവസം ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അനുവദിക്കുകയായിരുന്നു. ദേവിക.